ഹായ് എവ്രി വൺ, വെൽക്കം ടു ലീഫ്ലെറ്റ്. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും പുതിയതായി ഉണ്ടാക്കാനോ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ആണ് ഞാൻ ശ്രമിക്കാറുള്ളത്. പക്ഷെ സത്യത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ക്രാഫ്റ്റിങ്ങിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. കുറച്ച് തിരക്കുകളും ഇഷ്ടമുള്ള പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്താൻ പറ്റാതെ പോവാറുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു ക്രാഫ്റ്റായിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ്, അതേപോലെ കുറച്ച് പേടിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഒരു ബക്കറ്റൊക്കെ ആക്കുന്നത്. അപ്പോൾ എനിക്ക് ഐഡിയ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ ആയിട്ട് വരും എന്നറിയില്ലല്ലോ ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തൊരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേയും ഞാൻ ആദ്യം എല്ലാ സാധനവും നിരത്തി വെക്കും. എന്തിനാന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഓൾറെഡി കുറേ ഹോൾസ് ഉണ്ട് ആ തെർമോക്കോളിൽ. ഫ്ലവേഴ്സ് ഇതിൽ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണ് കേട്ടോ അത്. ഈ ഗിഫ്റ്റ്സ് കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ് അല്ലേ. ഒരാളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അവര് നമ്മളെ അത്രയും സ്പെഷ്യലായിട്ട് കാണുന്നതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ തന്നിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റൊക്കെ എന്തൊക്കെയാണ് കമന്റ് ചെയ്യണം കേട്ടോ. കൊടുക്കുന്ന ഗിഫ്റ്റില് കുറച്ച് ഫ്ലവേഴ്സ്, ചോക്ലേറ്റ്സ് അതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി സ്പെഷ്യൽ ആവും. ഒരു ചെറിയ കീ ചെയിൻ മാത്രമാണെങ്കിലും ചിലപ്പോൾ ഏറ്റവും ചെറിയ ഗിഫ്റ്റിനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ സൂക്ഷിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് കാർഡുകളുടെ കാര്യങ്ങളും. നമ്മൾ എഴുതിയിട്ടുള്ള കാർഡുകൾ അല്ലെങ്കിൽ നമ്മൾ സമയമെടുത്ത് കണ്ടുപിടിച്ചിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള കാർഡുകളൊക്കെ കൊടുക്കുമ്പോൾ അതിനൊക്കെ വേറെ തന്നെ ഒരു ഫീലാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും ആളുകൾ സൂക്ഷിച്ചു വെക്കുന്നതും ഇങ്ങനെ ചെറിയ ചെറിയ ഓർമ്മകൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സും റെഡി ആയി കഴിഞ്ഞു. ഈ ഓർഡർ തന്നതിന് നമ്മുടെ കസ്റ്റമറിനൊരു ചെറിയ താങ്ക് യു പറയണ്ടേ. അതിനൊരു താങ്ക് യു സ്റ്റിക്കറും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ ഡീറ്റെയിൽസ് തന്നെയാണ് ഒരു ഗിഫ്റ്റിനെ കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമന്റിൽ അറിയിക്കുക. വീണ്ടും നല്ലൊരു ക്രാഫ്റ്റുമായി വരുന്നവരെ ബൈ.